everyone, welcome to I Plus Training Solutions. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ജൂൺ 2025 സംഘടിപ്പിച്ച നെറ്റ് ഇംഗ്ലീഷിന്റെ പഴയകാല ചോദ്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ ഓൾറെഡി നമ്മൾ ഒരു 79 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ 79ാമത്തെ ചോദ്യം വെച്ചാണ് ഇന്നത്തെ വീഡിയോ ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നത്. ഐഡന്റിഫൈ ദ poem in which the following lines occur. My babe, so beautiful, it thrills my heart with tender gladness thus to look at thee. Okay, my babe, so beautiful, it thrills my heart with tender gladness thus to look at thee. Okay, അതായത് ഏത് പോമിലാണ് ഈ ലൈൻസ് ഒക്കർ ചെയ്യുന്നത്? ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ വരുന്നത്. നോക്കിക്കേ, a prayer for my daughter, frost at midnight, ലൂസി ഗ്രേ, അതുപോലെ തന്നെ ഓഡ് ഓൺ മെലങ്കളി. ഓക്കെ, ഇതിന്റെ റൈറ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ് കേട്ടോ. ഓപ്ഷൻ എ എന്ന് പറയുന്നത് പ്രയർ ഫോർ മൈ ഡോട്ടർ ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, പ്രയർ ഫോർ മൈ ഡോട്ടറിലെ ലൈൻസ് ആണിത്. നോക്കിക്കേ, ദീസ് ലൈൻസ് ഫ്രം ദ പോം എ പ്രയർ ഫോർ മൈ ഡോട്ടർ ബൈ വില്യം ബട്ട്ലർ ഈറ്റ്സ്, WB ഈറ്റ്സിന്റെ കവിതയാണ്. which expresses a father's love and hope for his newborn daughter. Okay, അതായത് തന്റെ നവജാത ശിശുവിനോട്, പുതിയതായി ജനിച്ച ആ കുഞ്ഞിനോടുള്ള അച്ഛന്റെ സ്നേഹവും കരുതലും ഒക്കെ തന്നെ നമുക്ക് പ്രയർ ഫോർ മൈ ഡോട്ടർ WB ഈറ്റ്സിന്റെ കവിതയിലൂടെ മനസ്സിലാക്കാൻ പറ്റും. ഈറ്റ്സ് എഴുതിയിട്ടുള്ള കവിതകൾ കൂടുതലായിട്ടും ഓട്ടോബയോഗ്രഫിക്കൽ തന്നെയാണ്, തന്റെ ലൈഫുമായിട്ട് കണക്ട് ചെയ്തിട്ടാണ് എഴുതിയിട്ടുള്ളത്. ഓക്കെ, ഇനി ഫ്രോസ്റ്റ് അറ്റ് മിഡ് നൈറ്റ് എടുക്കുവാണെങ്കിൽ ദിസ് പോം ബൈ സാമുവൽ ടൈലർ കോളറിഡ്ജ്, ST കോളറിഡ്ജ്, focus on the speaker's observation of frost and nature at night and does not include the given lines. Okay, അപ്പോൾ ഫ്രോസ്റ്റ് അറ്റ് മിഡ് നൈറ്റ് എന്ന് പറയുന്നത് ST കോളറിഡ്ജിന്റെ കവിതയാണ്. ഫോക്കസ് ചെയ്യുന്നത് സ്പീക്കറിന്റെ ഒബ്സർവേഷൻസിനെയാണ് ഓഫ് ഫ്രോസ്റ്റ് ആൻഡ് നേച്ചർ അറ്റ് നൈറ്റ് ആൻഡ് ഡസ് നോട്ട് ഇൻക്ലൂഡ് ദ ഗിവൺ ലൈൻസ്. അപ്പൊ ഈ ലൈനുകൾ അതിനകത്ത് അപ്പിയർ ചെയ്യുന്നില്ല. ST കോളറിഡ്ജിന്റെ കവിതയാണ് ഫ്രോസ്റ്റ് അറ്റ് മിഡ് നൈറ്റ്. ഇനി ലൂസി ഗ്രേ ഉണ്ട്. ദിസ് പോം ബൈ വില്യം വേൾസ്വർത്ത് ഈസ് എ ബാലഡ് അബൌട്ട് എ യങ് ഗേൾ who mysteriously disappears and the lines do not match its theme. Okay, അപ്പൊ ഈ പറയുന്ന കവിത, അതായത് നമ്മുടെ ലൂസി ഗ്രേ എന്ന് പറയുന്നത് വില്യം വേൾസ്വർത്തിന്റെ കവിതയാണ്. അതൊരു ബാലഡ് ആണ്, ഒരു കൊച്ചു പെൺകുട്ടിയെ കുറിച്ചുള്ള ബാലഡ് ആണ്. ഓക്കെ, ഇതിനകത്ത് ഒരു ഡോട്ടർ വരുന്നുണ്ട്, പക്ഷെ അത് ഒരിക്കലും നമ്മുടെ എന്താണ് ലൂസി ഗ്രേക്കകത്തിലെ വേൾസ്വർത്ത് പറഞ്ഞ ആ ഒരു ഡോട്ടർ അല്ല, അല്ലെ? മിസ്റ്റീരിയസ്ലി ഡിസപ്പിയർ ചെയ്ത ഒരു ഡോട്ടറിന്റെ കഥയാണ് പറയുന്നത്. ഈ ലൈനുകൾ അതിനകത്തില്ല. ഓഡ് ഓൺ മെലങ്കളി എടുത്താലോ, ദിസ് പോം ബൈ ജോൺ കീറ്റ്സ് explores the complex emotions of melancholy and does not contain these lines. Okay, ഈ ലൈനുകൾ അതിനകത്ത് അപ്പിയർ ചെയ്യുന്നില്ല, അതായത് കോംപ്ലക്സ് ആയിട്ടുള്ള ഇമോഷൻസ് ഓഫ് മെലങ്കളി വരുന്നില്ല. അതുപോലെ തന്നെ ഓക്കെ, അതാണ് അതിനകത്ത് എക്സ്പ്ലോർ ചെയ്യുന്നത്, പക്ഷെ ഈ ഒരു ലൈനുകൾ അതിനകത്ത് എക്സിസ്റ്റ് ചെയ്യുന്നില്ല. ഓക്കെ, അപ്പൊ നോക്കിക്കേ, വരി ഏതായിരുന്നു? My babe, so beautiful, it thrills my heart with tender gladness thus to look at thee. Okay, ഇത് ഫേമസ് കവിതയായിട്ടുള്ള പ്രയർ ഫോർ മൈ ഡോട്ടർ WB ഈറ്റ്സ് എഴുതിയ കവിതയിലെ വരികളാണ്. നമുക്ക് എന്തായാലും 80ാമത്തെ ചോദ്യം നോക്കാം. Arrange the following works of John Story in their chronological order of publication. Okay, അപ്പൊ ജോൺ സ്റ്റോറിയുടെ വർക്കുകളെ അതിന്റെ ക്രോണോളജിക്കൽ ഓർഡർ ഓഫ് പബ്ലിക്കേഷനിൽ അറേഞ്ച് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇൻവെന്റിംഗ് പോപ്പുലർ കൾച്ചർ ഫ്രം ഫോക്ലോർ ടു ഗ്ലോബലൈസേഷൻ. അപ്പൊ എന്താ പറഞ്ഞേക്കുന്നത്? ക്രോണോളജിക്കൽ ഓർഡറിലാണ് കേട്ടോ, അതായത് പബ്ലിഷ് ചെയ്തിട്ടുള്ള ഇയറിന്റെ ബേസിൽ വേണം അറേഞ്ച് ചെയ്യാൻ. ഇൻവെന്റിംഗ് പോപ്പുലർ കൾച്ചർ ഫ്രം ഫോക്ലോർ ടു എന്താണ് ഗ്ലോബലൈസേഷൻ, കൾച്ചറൽ തിയറി ആൻഡ് പോപ്പുലർ കൾച്ചർ ആൻഡ് ഇൻട്രൊഡക്ഷൻ. ഓക്കെ, കൾച്ചറൽ തിയറി ആൻഡ് പോപ്പുലർ കൾച്ചർ ആൻഡ് ഇൻട്രൊഡക്ഷൻ. വാട്ട് ഈസ് കൾച്ചറൽ സ്റ്റഡീസ്? എ റീഡർ. അതുപോലെ തന്നെ കൾച്ചറൽ അസംഷൻ ആൻഡ് എവറിഡേ ലൈഫ്, കൾച്ചറൽ അസംഷൻ ആൻഡ് എവറിഡേ ലൈഫ്. Culture and power in cultural studies, the politics of signification. Okay, culture and power in cultural studies, the politics of signification. Okay, അപ്പൊ ഈ വർക്കുകളെ നമ്മൾ അതിന്റെ ഓർഡറിൽ അറേഞ്ച് ചെയ്യാനായിട്ട് പോവാണ് ക്രോണോളജിക്കൽ ബേസിൽ. നോക്കിക്കേ, BCDAE, CAEBD, അതുപോലെ തന്നെ നമുക്ക് DEDACB, EACBD, 4 ഓപ്ഷൻസ് ഇവിടെ കാണാൻ സാധിക്കും. ശരി ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ് കേട്ടോ. CAEBD ആണ് റൈറ്റ് ആയിട്ട് വരുന്നത്. നമുക്കൊന്ന് അറേഞ്ച് ചെയ്ത് നോക്കാം. അപ്പൊ CAE എന്ന് പറയുമ്പോൾ വാട്ട് ഈസ് കൾച്ചറൽ സ്റ്റഡീസ് ആദ്യം, ഇൻവെന്റിംഗ് പോപ്പുലർ കൾച്ചർ ഫ്രം ഫോക്ലോർ ടു ഗ്ലോബലൈസേഷൻ, CAE ആണ് പറയുന്നത്. അതായത് കൾച്ചർ ആൻഡ് പവർ ഇൻ കൾച്ചറൽ സ്റ്റഡീസ്, ദ പൊളിറ്റിക്സ് ഓഫ് സിഗ്നിഫിക്കേഷൻ. അതിനുശേഷം കൾച്ചറൽ തിയറി ആൻഡ് പോപ്പുലർ കൾച്ചർ ആൻഡ് ഇൻട്രൊഡക്ഷൻ. അവസാനമാണ് D വരുന്നത്, കൾച്ചറൽ കൺസംപ്ഷൻ ആൻഡ് എവറിഡേ ലൈഫ്. ഓക്കെ, ഈ ഒരു ഓർഡറിൽ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ CAEBD എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് ആൻസർ കറക്റ്റ് ആയിട്ട് അറേഞ്ച് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. എന്തായാലും നമുക്ക് എക്സ്പ്ലനേഷനും കൂടെ നോക്കാം. CAEBD ആണ് റൈറ്റ് ആൻസർ വരുന്നത്. വാട്ട് ഈസ് കൾച്ചറൽ സ്റ്റഡീസ് എ റീഡർ പബ്ലിഷ് ചെയ്യുന്നത് 1996 ഇനി അതിനുശേഷം നമുക്ക് വരുന്നത് ഇൻവെന്റിംഗ് പോപ്പുലർ കൾച്ചർ ഫ്രം ഫോക്ലോർ ടു ഗ്ലോബലൈസേഷൻ ആണ്. അതിനുശേഷം നമുക്ക് എക്സിസ്റ്റ് ചെയ്യുന്ന പുസ്തകം എന്ന് പറയുന്നത്
കൾച്ചർ ആൻഡ് പവർ ഇൻ കൾച്ചറൽ സ്റ്റഡീസ്, ഒപ്പം തന്നെ കൾച്ചറൽ തിയറി ആൻഡ് പോപ്പുലർ കൾച്ചർ വരുന്നുണ്ട്, ഒപ്പം തന്നെ കൾച്ചറൽ കൺസെപ്ഷൻ ആൻഡ് എവറിഡേ ലൈഫ്. ഓക്കെ, സോ ഈ ഒരു ഓർഡറിലാണ് നമുക്ക് അറേഞ്ച് ചെയ്തെടുക്കാനായിട്ട് സാധിക്കുന്നത്. ഇനി നോക്കിക്കേ, ഹു ഹാസ് റിട്ടൺ ദ 2 pillars upon which a theory of criticism must rest and are an account of value and an account of communication. Okay, അപ്പൊ അതേ നമുക്ക് ഈ വർക്കിനെ അറേഞ്ച് ചെയ്യാനായിട്ട് സാധിച്ചു. നോക്കിക്കേ, ഓർഡർ വരുന്ന സമയത്ത് ആദ്യം വരുന്നത് 1993, ശേഷം 96, 2001, പിന്നെ നമുക്ക് വരുന്നത് ഏതാ, 2001 ശേഷം 2003 കൊടുക്കുക അല്ലെ. അതായത് ആദ്യം വരുന്നത് 93, 96, 99, 2001, 2003 ഈ ഒരു ഓർഡറിൽ നമുക്ക് അറേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും. 81ാമത്തെ ചോദ്യം എടുക്കുകയാണെങ്കിൽ, ഹു ഹാസ് റിട്ടൺ ദ 2 pillars upon which a theory of criticism must rest are an account of value and an account of communication. Okay, അപ്പൊ ആരാണ് ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് വെച്ചത് നോക്കിക്കേ, 2 pillars upon which a theory of criticism must rest are an account of value and an account of communication. Okay, അപ്പോൾ ഒരു ക്രിറ്റിസിസം റെസ്റ്റ് ചെയ്യാൻ സാധ്യതയുള്ള 2 പില്ലേഴ്സ് എന്ന് പറയുന്നത് ഒന്ന് ഏതാണ്, അക്കൗണ്ട് ഓഫ് വാല്യൂ ആണ്. നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ക്രിറ്റിസിസത്തിന് അല്ലെങ്കിൽ പോയിന്റ് ഓഫ് വ്യൂവിന് ഒരു വാല്യൂ ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ അക്കൗണ്ട് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. എന്താണ് അക്കൗണ്ട് ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്നതിലൂടെ ഉദ്ദേശിക്കുന്നത്, നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ക്രിറ്റിസിസം, ഏത് ക്രിറ്റിസിസം ആയിക്കോട്ടെ, അതിനൊരു അപ്പീൽ ഉണ്ടായിരിക്കണം അല്ലെ, അല്ലെങ്കിൽ അത് അപ്പീലിംഗ് ആയിട്ട് ബാക്കിയുള്ളവർക്ക് വായിച്ചാലും ബാക്കിയുള്ളവർക്ക് കേട്ടാലും അത് ആ ഒരു സെൻസിൽ മനസ്സിലാക്കി എടുക്കാനായിട്ട് സാധിക്കണം. എങ്കിൽ മാത്രമാണ് ആ ക്രിറ്റിസിസം നമുക്ക് എങ്ങനെയുള്ളതാണെന്ന് പറയാൻ പറ്റുന്നത്, വാലിഡ് ആയിട്ടുള്ള കറക്റ്റ് ആയിട്ടുള്ള ഒരു ക്രിറ്റിസിസം ആണെന്നെങ്കിൽ മാത്രമാണ് നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, സോ നോക്കിക്കേ, ആരാണ് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് വെച്ചത്, വില്യം എംസൺ, ഐ എ റിച്ചാർഡ്സ്, എസ്ര പൗണ്ട്, അതുപോലെ തന്നെ നമ്മുടെ JC റാൻസം. ഓക്കെ, നോക്കിക്കേ, ജോൺ ക്രോ റാൻസോ ആണ് കേട്ടോ JC റാൻസോ എന്ന് പറയുന്നത്. വില്യം എംസൺ, ഐ എ റിച്ചാർഡ്സ്, എസ്ര പൗണ്ട്, JC റാൻസം. ഏതാ ഇതിന് ആൻസർ കൊടുക്കാൻ പറ്റുന്നേ, നമ്മുടെ റിച്ചാർഡ്സ് പറഞ്ഞാണ് കേട്ടോ. റിച്ചാർഡ്സ് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ആണ്, റിച്ചാർഡ്സ് ആണ് റൈറ്റ് ആൻസർ വരുന്നത്, ഓപ്ഷൻ ബി. നോക്കിക്കോ, നമ്മുടെ അതേ ICT, അതായത് നമ്മുടെ കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിന്റെ അതേ മോഡൽ തന്നെ ഓപ്ഷൻ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. എക്സാക്ട് PYQ ആണ് നമ്മൾ എടുത്ത് വർക്ക് ഔട്ട് ചെയ്യുന്നത്. ഓക്കെ, ഹു ഹാസ് റിട്ടൺ ദ 2 pillars upon which a theory of criticism must rest are an account of value and an account of communication. ഐ എ റിച്ചാർഡ്സ് പറഞ്ഞതാണ് കേട്ടോ, ഐ എ റിച്ചാർഡ്സ്. അപ്പൊ നോക്കാം, ഐ എ റിച്ചാർഡ്സ് in his book, ഏത് ബുക്കാ, പ്രാക്ടിക്കൽ ക്രിറ്റിസിസം, famously stated that the 2 pillars upon which a theory of criticism must rest are an account of value and an account of communication. He emphasized the importance of understanding both the aesthetic value of a work of art and the communicative process between the author and the reader. നോക്കിക്കേ, he emphasized the importance of understanding both the aesthetic value of a work of art, ഒരു വർക്ക് ഓഫ് ആർട്ടിന്റെ aesthetic value, അതുപോലെ തന്നെ the communicative process between the author and the reader. റീഡറും ഓതറും തമ്മിൽ ഒരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുണ്ട്, ഒരു കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സ് നടക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കി എടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഐഡിയ ആണ് ഈ പറയുന്ന കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ക്രിറ്റിസിസം എന്ന് പറയുന്നത്. ആ സമയത്ത് റീഡർക്കും അതുപോലെ തന്നെ റൈറ്റർക്കും എല്ലാം ഫോക്കസ് വരുന്നുണ്ട്, വാല്യൂവും അതുപോലെ തന്നെ നമ്മുടെ പോയിന്റ്സും. ഓക്കെ, വാല്യൂ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ആണ് അവിടെ നമ്മൾ മാറ്റർ ചെയ്യുന്നത്. ഓക്കെ, നോക്കിക്കേ, ഇനി വില്യം എംസൺ ഉണ്ട്. എംസൺ എന്ന് പറയുന്ന ഒരു സിഗ്നിഫിക്കന്റ് ലിറ്റററി ക്രിട്ടിക് ആണ്, നോൺ ഫോർ ഹിസ് വർക്ക് ഓൺ ആംബിഗ്യൂറ്റി ആൻഡ് കോംപ്ലക്സ് മീനിങ് അല്ലേ. സോ ദ ക്വാർട്ടഡ് സ്റ്റേറ്റ്മെന്റ് ഈസ് നോട്ട് ആട്രിബ്യൂട്ടഡ് ഓൺ ഹിം. ഓക്കെ, ഇദ്ദേഹം ഒരു ക്രിട്ടിക് ആണ്, പക്ഷെ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്തിട്ടില്ല. ഇനി ഇമേജസിന്റെ ഫൗണ്ടർ ആയിട്ടുള്ള നമ്മുടെ എസ്ര പൗണ്ട് ആണ് അടുത്തതായിട്ട് ഓപ്ഷനിലുള്ളത്. ഇമേജിസ്റ്റ് ആയിട്ടുള്ള എസ്ര പൗണ്ട് പറഞ്ഞിട്ടുണ്ട്, നെവർ കോൾ മീ ആൻ ഇമേജിസ്റ്റ്. ഓക്കെ, എന്നെ ഒരു റൈറ്റർ ആയിട്ട് മാത്രം കാണുക, ഒരു ഇമേജിസ്റ്റ് ആയിട്ട് കാണരുത്. എസ്ര പൗണ്ട് വാസ് എ മോഡേണിസ്റ്റ് പോയിറ്റ് ആൻഡ് ക്രിട്ടിക്. ഓക്കെ, ഒരു മോഡേണിസ്റ്റ് പോയിറ്റ് ആണ്, ക്രിട്ടിക് ആണ്. ഇൻഫ്ലുവൻഷ്യൽ ഇൻ ദ ഏർലി 20th century, ഏർലി 20th centuryയിലൊക്കെ ഇൻഫ്ലുവൻഷ്യൽ ആയിട്ട് നിന്ന വ്യക്തിയാണ്. His critical approach focused on the aesthetic qualities of language and tradition. Okay, ലാംഗ്വേജും ട്രഡീഷനും ആയിട്ട് ബന്ധപ്പെട്ട ഈസ്തെറ്റിക് എന്താണ് ക്വാളിറ്റീസിന് ഫോക്കസ് കൊടുക്കുന്നു. ബട്ട് ദ സൈറ്റഡ് സ്റ്റേറ്റ്മെന്റ് ഈസ് നോട്ട് അസോസിയേറ്റഡ് വിത്ത് ഹിം. ഇനി നമുക്ക് JC റാൻസം ഉണ്ട്. JC റാൻസം ഒരു ന്യൂ ക്രിട്ടിക് ആണ്. ഓക്കെ, ഹു എംഫസൈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ടെക്സ്ചർ ഇൻ ലിറ്ററേച്ചർ. ലിറ്ററേച്ചറിൽ എക്സിസ്റ്റ് ചെയ്യുന്ന ടെക്സ്ചറിനെ കുറിച്ച് പറയുന്നുണ്ട്. ഹിസ് വ്യൂസ് ഓൺ ക്രിറ്റിസിസം ഡിഫേർഡ് ഫ്രം റിച്ചാർഡ്സ് എംഫസിസ് ഓൺ അക്കൗണ്ട് ഓഫ് വാല്യൂ ആൻഡ് കമ്മ്യൂണിക്കേഷൻ. ഓക്കെ, അപ്പൊ അക്കൗണ്ട് ഓഫ് വാല്യൂ ആൻഡ് കമ്മ്യൂണിക്കേഷനെ ബേസ് ചെയ്തിട്ട് നോക്കിക്കേ എന്താണ് ഇദ്ദേഹം, ഓക്കെ, ക്രിറ്റിസിസം ഡിഫേർഡ്, ഇദ്ദേഹം ഇങ്ങനെയുള്ള സ്റ്റേറ്റ്മെന്റുകൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഒരിക്കലും റിച്ചാർഡ്സ് പറഞ്ഞ സ്റ്റേറ്റ്മെന്റും JC എന്താണ് റാൻസത്തിന്റെ സ്റ്റേറ്റ്മെന്റും കൂടെ നമുക്ക് ക്ലബ് ചെയ്യാനായിട്ട് പറ്റില്ല. ഓക്കെ, 82ാമത്തെ ചോദ്യം വേണം അല്ലെ. നോക്കിക്കോ, ചൂസ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. തന്നിട്ടുള്ളതിൽ നിന്ന് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് നമ്മൾ പിക്ക് ഔട്ട് ചെയ്യണം. അതാണ് നമ്മുടെ റെസ്പോൺസിബിലിറ്റി. നോക്കിക്കോ, ഇംഗ്ലീഷ് ലിറ്ററേച്ചർ
was first offered as a subject of study at King's College London in 1831. Okay, appo English literature was first offered as a subject of study at King's College London in 1831. Okay, statement ശരിയാണോ എന്ന് നോക്കണം. കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് പിക്ക് ചെയ്യാനാണ് ചോദ്യം. English was first offered as a subject of study in England only in 1828 in the universities of Oxford and Cambridge. Okay, English was first offered as a subject of study in England only in 1828. Okay, 1828കളിലാണെന്ന് ഇംഗ്ലണ്ടിൽ ഇംഗ്ലീഷ് ഒരു സബ്ജക്റ്റ് ആയിട്ട് വരുന്നത് ഇൻ ദ യൂണിവേഴ്സിറ്റീസ് ഓഫ് ഓക്സ്ഫോർഡ് ആൻഡ് കേംബ്രിഡ്ജ്. Thought as a medium of instruction and a subject of study in India since 1850s, Oxford and Cambridge did not allow the new subject of English literature to be taught till the end of the 19th century. Okay, അതായത് നമ്മുടെ ഇൻസ്ട്രക്ഷൻ ഒക്കെ നമ്മൾ ഇംഗ്ലീഷിലോട്ട് മാറ്റി. പക്ഷെ ഇംഗ്ലീഷ് എന്ന ഭാഷയെ ക്ലാസ് റൂമുകളിൽ അല്ലെങ്കിൽ ഒരു അധ്യയനത്തിന്റെ ഭാഗമാക്കാനായിട്ട് എന്താണ് 19th സെഞ്ചുറികളിലാണ് അതിനുള്ള ഗ്രാന്റ് കൊടുത്തതെന്നാണ് പറയുന്നത്. നമ്മുടെ നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് പറയുന്നത് ഇൻ 1931 English replaced the study of classics in Greek and Latin. Okay, Greek and Latinലുള്ള classic വർക്കുകളെ റീപ്ലേസ് ചെയ്തത് ഇംഗ്ലീഷ് ആണ്. The language of the church in Oxford and Cambridge. Okay, ഓക്സ്ഫോർഡിലും കേംബ്രിഡ്ജിലും ഒക്കെ തന്നെ ലാംഗ്വേജ് ഓഫ് ചർച്ച് എന്നാണ് നമ്മൾ വിളിക്കുന്നതും. ഓക്കെ, ആദ്യ സമയങ്ങളിൽ നമുക്കറിയാം ചർച്ചിലും ചർച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻസിലും ഒക്കെ തന്നെ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഭാഷ ഏതായിരുന്നു? അത് ലാറ്റിനും ഫ്രഞ്ചും ഒക്കെ ആയിരുന്നു അല്ലെ. അതായത് ഡിവൈൻ ലാംഗ്വേജുകളായിട്ട് പോലും കൺസിഡർ ചെയ്തത് ലാറ്റിൻ ഒക്കെയാണ് അല്ലെ. ബൈബിള് പോലെയുള്ള ഒരു ഹോളി ബുക്കുകളും ഇംഗ്ലീഷിലേക്ക് വരുന്നില്ല. കാരണം ഇംഗ്ലീഷ് പീപ്പിൾ അതുകൊണ്ട് അൺഅവേർഡും ആണ്. അവർക്ക് അറിയത്തില്ല ചുറ്റുപാടും എന്താ സംഭവിക്കുന്നത്, ചുറ്റുപാടും എന്താണ് നടക്കുന്നത് എന്നുള്ള വാല്യൂം നോളജും ഒന്നും അവർക്കില്ല. ഓക്കെ, അങ്ങനെയുള്ള ഒരു പോയിന്റ് നമുക്ക് മനസ്സിലാക്കി എടുക്കാനായിട്ട് സാധിക്കും. പിന്നീട് ഒരുപാട് കാലങ്ങൾക്ക് ശേഷമാണ് ഇംഗ്ലീഷ് ലാംഗ്വേജിന് ഒരു പ്രോമിനൻസ് എല്ലാ സ്ഥലങ്ങളിലും കിട്ടിത്തുടങ്ങുന്നത്. Till the end of the 19th century, literature meant only the study of great books in classical languages like Greek and Latin in Oxford and Cambridge. Okay, till the 19th century, literature meant only the study of great books in classical languages. Okay, classical languageകളിലുള്ള great books ന്റെ സ്റ്റഡി മാത്രമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. Like Greek and Latin in Oxford and Cambridge. Okay, ഓക്സ്ഫോർഡിലും കേംബ്രിഡ്ജിലും ഒക്കെ ആണെങ്കിൽ ഗ്രീക്കും ലാറ്റിനും ഒക്കെ എടുക്കുന്നത് പോലെ ഒരു പോയിന്റ് ആണ് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കിക്കേ, നമ്മുടെ 5 സ്റ്റേറ്റ്മെന്റുകളാണ് ഇവിടെ ഉള്ളത്. ഈ സ്റ്റേറ്റ്മെന്റുകൾ ചോദ്യങ്ങൾ വരുമ്പോൾ പൊതുവെ സ്കിപ്പ് അടിച്ച് വിടാനുള്ള ഒരു ടെൻഡൻസി കുട്ടികൾക്ക് വരും. അങ്ങനെ ചെയ്യരുത്. സ്റ്റേറ്റ്മെന്റ് ചോദ്യത്തിൽ ഉത്തരം ഉണ്ട് എന്നുള്ള ഒരു വസ്തുത നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾ തെരഞ്ഞു നടക്കുന്ന ഉത്തരം അതിനകത്തുണ്ട്. വേറെ ഏത് ചോദ്യത്തിലാണ് നിങ്ങൾക്ക് ഉത്തരം കണ്ടെത്താൻ പറ്റുന്നത്? ചെറിയൊരു ചോദ്യമാണ്, അതിനകത്ത് ഉത്തരം ഉണ്ടാവില്ല ഇല്ലേ. കുറച്ച് ഡാഷോ അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ മാർക്കോ ആയിരിക്കും നമ്മളെ വെയിറ്റ് ചെയ്യുന്നത്. പക്ഷെ സ്റ്റേറ്റ്മെന്റ് ചോദ്യമാണെങ്കിൽ പറയാതെ തന്നെ അവർ പറയുന്നുണ്ടാവും അതിനകത്ത് ഉത്തരം ഇല്ലേ. നിങ്ങളൊന്ന് ലോജിക് ഉപയോഗിച്ച്, അതായത് പ്രീവിയസ് നോളജ് ഒക്കെ ഉപയോഗിച്ചൊന്ന് ചിന്തിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഷുവർലി യു ക്യാൻ ഗോ ത്രൂ ദ ആൻസർ ഇല്ല, നിങ്ങൾക്ക് ഉത്തരത്തിലൂടെ കടന്നു പോകാനായിട്ട് സാധിക്കും. അപ്പൊ നോക്കിക്കേ, ഇംഗ്ലീഷ് ലിറ്ററേച്ചർ എന്താണ് സബ്ജക്ട് ഓഫ് സ്റ്റഡി ആകുന്നത് 1831ലാണ്. ഇംഗ്ലീഷ് എന്താണ് ഇൻസ്ട്രക്ഷൻ ആയിട്ടൊക്കെ കൊടുക്കുന്നുണ്ടെങ്കിൽ പോലും 1828കളിലാണ് അക്സെപ്റ്റ് ചെയ്യുന്നത്. 1850കളിൽ മുതലാണ് ഇത് എന്താണ് ഓക്സ്ഫോർഡ് ആൻഡ് കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി ഒരു ന്യൂ സബ്ജക്റ്റ് ആക്കി മാറ്റുന്നത്. 1931കളിൽ ഇംഗ്ലീഷിനെ റീപ്ലേസ് ചെയ്യുന്നത് റീപ്ലേസ് ദ സ്റ്റഡി ഓഫ് ക്ലാസിക്സ് ഇൻ ഗ്രീക്ക് ആൻഡ് ലാറ്റിൻ അല്ലെ. ഇംഗ്ലീഷ് തന്നെ മെയിൻ ആയിട്ട് വന്നു. ബാക്കിയുള്ള ഗ്രീക്കിലും ലാറ്റിനിലും ഒക്കെയുള്ള സ്വാധീനങ്ങൾ കുറഞ്ഞു വന്നു. പിന്നെ നമ്മുടെ എൻഡ് ഓഫ് ദ 19th century ആയപ്പോഴത്തേക്ക് ലിറ്ററേച്ചർ മീൻഡ് ഓൺലി ദ സ്റ്റഡി ഓഫ് ഗ്രേറ്റ് ബുക്സ് ഇൻ ക്ലാസിക്കൽ ലാംഗ്വേജസ് ലൈക്ക് ഗ്രീക്ക് ആൻഡ് ലാറ്റിൻ ഇൻ ഓക്സ്ഫോർഡ് ആൻഡ് കേംബ്രിഡ്ജ്. ഓക്കെ, ഓക്സ്ഫോർഡിലും കേംബ്രിഡ്ജിലും ഒക്കെ ഗ്രീക്ക് ആൻഡ് ലാറ്റിൻ ഒക്കെ യൂസ് ചെയ്യുന്ന ഒരു സ്ട്രീമിലേക്ക് അല്ലെ. ഇംഗ്ലീഷ് അറ്റ് ദ എൻഡ് ഓഫ് ദ 19th century മീൻഡ് ഓൺലി ദ സ്റ്റഡി ഓഫ് ഗ്രേറ്റ് ബുക്സ് ഇൻ ക്ലാസിക്കൽ ലാംഗ്വേജസ്. ഓക്കെ, ഗ്രീക്ക് ആൻഡ് ലാറ്റിൻ ഇൻ കേംബ്രിഡ്ജ് ആൻഡ് ഓക്സ്ഫോർഡ്. Choose the most appropriate answers from the option. Okay, അപ്പൊ നോക്കിക്കേ, ഫസ്റ്റ് നമുക്ക് വരുന്നത് ACE ഒള്ളിയാണ് ശരിയെന്നാണ്. രണ്ടാമത്തെ നോക്കിക്കേ BCD ഒള്ളിയാണ്. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയർ തന്നിട്ടുണ്ട് അല്ലെ. ഇയറും കൂടെ തന്നിട്ടുള്ളത് കൊണ്ട് തന്നെ നിങ്ങൾ കൂടുതൽ അലേർട്ട് ആയിരിക്കണം. കാരണം ഇയറിന്റെ ബേസിൽ തെറ്റിപ്പോകാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, നോക്കിക്കേ, ABC ഒള്ളി, BDE ഒള്ളി, 4 ഓപ്ഷൻസ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ശരി ഉത്തരം വരുന്നത് ഫസ്റ്റ് വൺ ആണ് കേട്ടോ. ACE ഒള്ളിയാണ് ശരി ഉത്തരം വരുന്നത്. ACE ഒള്ളി നോക്കിക്കേ, A ശരിയാണ് എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ വാസ് ഫസ്റ്റ് ഓഫർഡ് ആസ് എ സബ്ജക്ട് ഓഫ് സ്റ്റഡി അറ്റ് കിങ്സ് കോളേജ് ലണ്ടൻ ഇൻ 1831 അല്ലെ. സി നോക്കിക്കേ, taught as a medium of instruction and a subject of study in India since 1850s, Oxford and Cambridge did not allow the new subjects of English literature to be taught till the end of the 19th century. Okay, അപ്പം ACE നോക്കിക്കേ, ഈ വരുന്നത് ഏതാണ്? Till the end of the 19th century, literature meant only the study of great books in classical languages like Greek and Latin in Oxford and Cambridge. Okay, അപ്പം ആ ഒരു ആൻസർ നമ്മൾ കറക്റ്റ് ആയിട്ട് പിക്ക് ചെയ്തു. അടുത്ത നോക്കിക്കോ,
ഐഡന്റിഫൈ ദ സബ് ടൈറ്റിൽ ഓഫ് ഒലിവർ ഗോൾഡ്സ്മിത്ത് സെമി ഓട്ടോബയോഗ്രഫിക്കൽ നോവൽ ദ ട്രാവലർ. ഓക്കെ, ഒലിവർ ഗോൾഡ്സ്മിത്തിന്റെ നോവൽ അല്ല, പോം ആണ് കേട്ടോ. ഒലിവർ ഗോൾഡ്സ്മിത്ത് ഒരുപാട് നല്ല കവിതകളും നോവലുകളും ഒക്കെയാണ് ചെയ്തിട്ടുള്ളത് അല്ലെ. ഗോൾഡ്സ്മിത്തിന്റെ വർക്കുകൾ എന്നുള്ള രീതിയിൽ ടൈറ്റിൽ നമ്മൾ പഠിക്കാറുണ്ട്. ഓക്കെ, അപ്പൊ ശ്രദ്ധിച്ചു. ഇനി അതുപോലെ തന്നെ നെറ്റ് ഇംഗ്ലീഷിൽ നമ്മൾ എടുത്ത് പഠിച്ച ഒരു റൈറ്ററും കൂടെയാണ് വേൾഡ്സ്വർത്ത്. ഓക്കെ, സോ വേൾഡ്സ്വർത്ത് എന്താണ് ഇവിടെ നമ്മുടെ ഗോൾഡ്സ്മിത്ത്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഗോൾഡ്സ്മിത്തിനെ പോലെയുള്ള റൈറ്റേഴ്സിൽ നിന്ന് ചോദ്യങ്ങൾ വന്നു കഴിഞ്ഞാൽ ഔട്ട് ഓഫ് സിലബസ് പറയാൻ പറ്റില്ല. അങ്ങനെയുള്ള ഒരു ഓപ്ഷനും നമുക്കില്ല. കാരണം ഇമ്പോർട്ടന്റ് റൈറ്റർ ആണ്, എടുത്ത് പഠിച്ചിരിക്കേണ്ട റൈറ്റർ ആണ്. ഓക്കെ, ഐഡന്റിഫൈ ദ സബ് ടൈറ്റിൽ ഓഫ് ഒലിവർ ഗോൾഡ്സ്മിത്ത് സെമി ഓട്ടോബയോഗ്രഫിക്കൽ പോം ദ ട്രാവലർ. നോക്കിക്കേ, എ പ്രോസ്പെക്ട് ഓഫ് സൊസൈറ്റി, ദ സിറ്റിസൺ ഓഫ് ദ വേൾഡ്, ദ ഫാഷനബിൾ ലവർ, ആൻഡ് ഏൻഷ്യന്റ് എപ്പിക് പോം. നോക്കിക്കോ, എ പ്രോസ്പെക്ട് ഓഫ് സൊസൈറ്റി, ദ സിറ്റിസൺ ഓഫ് ദ വേൾഡ്, ദ ഫാഷനബിൾ ലവർ, അതുപോലെ തന്നെ ആൻഡ് ഏൻഷ്യന്റ് എപ്പിക് പോം. ഏതാ റൈറ്റ് ആൻസർ വരുന്നത്? എ ആണ് റൈറ്റ് ആൻസർ. ഓക്കെ, identify the subtitle of Oliver Goldsmith poem, Oliver Goldsmith semi autobiographical poem The Traveler. Right answer വരുന്നത് A ആണ്, എ പ്രോസ്പെക്ട് ഓഫ് സൊസൈറ്റി. ഓക്കെ, എ പ്രോസ്പെക്ട് ഓഫ് സൊസൈറ്റി എന്നുള്ളതാണ് ശരി ഉത്തരമായിട്ട് നമുക്ക് ഇവിടെ എക്സിസ്റ്റ് ചെയ്യുന്നത്. അടുത്ത നോക്കിക്കേ, The Traveler or a Prospect of Society is the full title of Oliver Goldsmith poem. The subtitle, A Prospect of Society, indicates the poem's thematic focus on observing and analyzing different societies and their condition. Okay, ഏതൊരു റൈറ്റർ വർക്ക് എഴുതിയാലും അവരുടെ കണ്ടംപററി സൊസൈറ്റിക്ക് ഒരു എന്താണ് ഏരിയ കൊടുക്കാറുണ്ട്, അല്ലെങ്കിൽ ഒരു സ്പേസ് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പൊ ഗോൾഡ്സ്മിത്തും അതേ ഒരു രീതി തന്നെ ഇവിടെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത്. എപ്പോഴും തന്റെ റൈറ്റിംഗ്സിന്, തന്റെ ഫേമസ് ആയിട്ടുള്ള കവിതകൾക്കൊക്കെ തന്നെ ഒരു സ്പേസ് കൊടുത്തുകൊണ്ടാണ് എഴുതിയിട്ടുള്ളത്. അതുപോലെ തന്നെ തന്റെ സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങളെ കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള ഒരു പിക്ചർ നൽകാനും ശ്രമിക്കുന്നുണ്ട്. ഓക്കെ, ഇനി നോക്കിക്കേ, why other options are incorrect. അപ്പോൾ ഓരോ ആൻസർ നമുക്ക് ശരിയായിട്ട് കിട്ടി, ബാക്കിയുള്ളത് എന്താ തെറ്റിയെന്ന് നോക്കിക്കേ. While Goldsmith later wrote a satirical work called The Citizen of the World. അപ്പോൾ Citizen of the World നമ്മുടെ എന്താണ് ഗോൾഡ്സ്മിത്തിന്റെ ആണ്. It's a separate piece from The Traveler. The Citizen of the World is a series of letters exploring English society through the eyes of a fictional Chinese observer. Okay, അതായത് ഇംഗ്ലണ്ടിലേക്ക് ഒരു ചൈനക്കാരൻ വരുന്നു. ആ ചൈനക്കാരന്റെ കണ്ണുകളിലൂടെയാണ് നമ്മൾ ഇംഗ്ലീഷ് സൊസൈറ്റിയെ കാണുന്നത് അല്ലേ. സോ ഓൾവേസ് ദ Chinese man will try to connect the Chinese folklore with Indian എന്താണ് ഇംഗ്ലണ്ട് ട്രഡീഷൻ അല്ലെങ്കിൽ ബ്രിട്ടീഷ് ട്രഡീഷൻ അല്ലെ. അവരുടെ ഫോക്ലോറുകളും അവരുടെ പാരമ്പര്യവും ചരിത്രവും ഒക്കെ തന്നെയായിരിക്കും ഇവിടെ എക്സ്പെക്ട് ചെയ്യുന്നത് അല്ലെ. അപ്പം ഒരു ചൈനക്കാരന്റെ കണ്ണിലൂടെ നമ്മൾ ഇംഗ്ലണ്ട് സൊസൈറ്റിയെ കാണുന്ന വർക്കാണ് ദ സിറ്റീസൺ ഓഫ് ദ വേൾഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഒരു വേൾഡ് ട്രാവലർ ആയിട്ടാണ് ഈ ഫിക്ഷണൽ ഒബ്സർവറിനെ നമ്മൾ കാണുന്നത്. അടുത്തത് ദ ഫാഷനബിൾ ലവർ ആണ്. This is not related to The Traveler and does not reflect its thematic content. Okay, ട്രാവലറുമായിട്ട് ഒട്ടും തന്നെ റിലേറ്റഡ് അല്ല. An ancient epic poem ആണ് അടുത്തത് എക്സിസ്റ്റ് ചെയ്യുന്നത്. The Traveler is not an epic poem. Okay, while it uses heroic couplets, the poem's style and subject matter are distinct from traditional epic poetry. The Traveler is a philosophical poem exploring societal issues through a traveler's perspective. ഒരു ട്രാവലറിന്റെ പെർസ്പെക്റ്റീവിലൂടെ കഥ മനസ്സിലാക്കുന്ന വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വർക്ക് ആണ് The Traveler. Okay, The Traveler is not an epic poem. It uses heroic couplets ഒക്കെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. Okay, അപ്പൊ ശ്രദ്ധിച്ചേ, നമ്മുടെ ചോദ്യത്തിലേക്ക് നമുക്ക് ഒന്നുകൂടെ മടങ്ങി പോവാം. Identify the subtitle of Oliver Goldsmith's semi-autobiographical poem, The Traveler. Right answer വരുന്നത് ഏതാണ്? A Prospect of Society. Okay, അപ്പൊ ട്രാവലറിന്റെ വേറൊരു ടൈറ്റിൽ വരുന്നത് Prospect of Society എന്നാണ്. ഞാൻ അടുത്ത നോക്കിക്കേ, 84ാമത്തെ ചോദ്യമാണ്. Who made the following remark? ആരാണ് താഴെ പറയുന്ന റിമാർക്ക് നടത്തിയിട്ടുള്ളത്? നോക്കിക്കേ, വലിയൊരു സ്റ്റേറ്റ്മെന്റ് ആണ്. The Sanskrit language, whatever be it antiquity, is of a wonderful structure, more perfect than the Greek, more copious than the Latin, and more exquisitely refined than either, yet bearing to both of them a strong affinity, both in the roots of verbs and in the form of grammar. Okay, that would possibly have been produced by accident. Okay, അപ്പം സാൻസ്ക്രിറ്റ് ലാംഗ്വേജ് എന്ന് പറയുന്നത് whatever be its ambiguity is of a wonderful structure. ഒരു വണ്ടർഫുൾ സ്ട്രക്ചർ ആണ് അവിടെ ഉള്ളത്. More perfect than the Greek, more copious than the Latin, and more exquisitely refined than either, yet bearing to both of them a strong affinity, both in the roots of verbs and in the forms of grammar, that could possibly have been produced by accident. Okay, അപ്പോൾ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് സാൻസ്ക്രിറ്റ് ലാംഗ്വേജിനെ കുറിച്ചാണ്. എന്താണ് whatever be its ambiguity, അതിന്റെ പഴയ ആന്റിക്വിറ്റി, പഴയ ആ ഒരു ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ ഇറ്റ്സ് ഓഫ് എ വണ്ടർഫുൾ സ്ട്രക്ചർ അല്ലേ. നമുക്ക് ഇപ്പോൾ സാൻസ്ക്രിറ്റ് ലാംഗ്വേജ് ലൈവ് ആണോ അല്ലയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു കൺഫ്യൂഷൻ ആണ്. പക്ഷേ
സാൻസ്ക്രിറ്റ് ലാംഗ്വേജിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഇന്നും നമ്മൾ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അല്ലെ. ഇന്നും നമ്മുടെ ഒരു വലിയ സോഴ്സ് ആയിട്ട് അത് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. More copies than the Latin and more exquisitively refined than either, yet bearing to both of a strong affinity, both in the roots of verbs and in the forms of grammar that could possibly have been produced by accident. Okay, അപ്പോൾ ഓപ്ഷൻസ് നോക്കിക്കേ. സർ വില്യം ജോൺസ്, പാറ്റ്സി എം ലൈറ്റ്ബോൺ, അതുപോലെ തന്നെ ഫെർഡിനാൻഡ് ഡി സെഷൂർ, ആൽബർട്ട് സിഡ്നി ഹോൺബൈ. ആരാണ് ഈ ഒരു പോയിന്റ് പറഞ്ഞിട്ടുള്ളത്? ഫസ്റ്റ് വൺ ആണ് റൈറ്റ് ആൻസർ വരുന്നത് കേട്ടോ. സർ വില്യം ജോൺസ് ആണ് റൈറ്റ് ആൻസർ. ഓക്കെ, സർ വില്യം ജോൺസ് ആണ് ഇതിന്റെ ശരിയുത്തരമായിട്ട് നമുക്ക് മനസ്സിലാക്കി എടുക്കാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, അദ്ദേഹം പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ആണ്, സാൻസ്ക്രിറ്റിനെ കുറിച്ചുള്ള ജോൺസിന്റെ സ്റ്റേറ്റ്മെന്റ് ആണ് നമുക്ക് ഇവിടെ എക്സിസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ വില്യം ജോൺസ് എന്ന് പറയുന്ന ഒരു ഫിലോളജിസ്റ്റ് ആണ്, who born in the late 18th century observed striking similarities between Sanskrit, Greek and Latin, leading him to postulate the existence of a common ancestral language now known as a Proto-Indo-European. This quote is often cited as a pivotal moment in the development of historical linguistics. Okay, അപ്പോൾ ഹിസ്റ്റോറിക്കൽ ലിംഗ്വിസ്റ്റിക്സിന്റെ ഒക്കെ തന്നെ ഒരു സുപ്രീം മൊമെന്റിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നിന്ന സമയത്ത് നമ്മുടെ ജോൺസ് പറഞ്ഞിട്ടുള്ള വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സംസ്കൃത ഭാഷയെ കുറിച്ചുള്ള സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു നമുക്ക് ചോദ്യമായിട്ട് വന്നത്. ഇനി പാറ്റ്സി എം ലൈറ്റ്ബൗ നമുക്ക് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് അല്ലെ. പാറ്റ്സി എം ലൈറ്റ്ബൗ എന്ന് പറയുന്ന ഒരു കണ്ടംപററി ലിംഗ്വിസ്റ്റ് ആണ്, സ്പെഷ്യലൈസിംഗ് ഇൻ ദ സെക്കൻഡ് ലാംഗ്വേജ് അക്വിസിഷൻ. സെക്കൻഡ് ലാംഗ്വേജ് അക്വിസിഷനിലൊക്കെയാണ് സ്പെഷ്യലൈസ് ചെയ്യുന്നത്. Her work focus on the processes and factors that influence language learning, not on historical comparisons of language like Sanskrit. Okay, അപ്പോൾ എന്താണ് പാറ്റ്സി പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കണ്ടംപററി ലിംഗ്വിസ്റ്റ് ആണ്, സ്പെഷ്യലൈസിംഗ് ഇൻ ദ സെക്കൻഡ് ലാംഗ്വേജ് അക്വിസിഷൻ. സെക്കൻഡ് ലാംഗ്വേജ് അക്വിസിഷൻ ഒക്കെയാണ് സ്പെഷ്യലൈസേഷൻ കൊടുക്കുന്നത്. Her work focus on the process and factors that influence language learning. ലാംഗ്വേജ് ലേണിംഗിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന പ്രോസസ്സുകളെയും ഫാക്ടേഴ്സിനെയും കുറിച്ചാണ് പറയുന്നത്, നോട്ട് ഓൺ ഹിസ്റ്റോറിക്കൽ കമ്പാരിസൺസ് ഓഫ് ലാംഗ്വേജ് ലൈക്ക് സാൻസ്ക്രിറ്റ്. ഓക്കെ, അപ്പം ഒരു ഗ്രേറ്റ് കമ്പാരിസണും പോയിന്റ് ഓഫ് വ്യൂ ഒക്കെ നമുക്ക് ഇവിടെ കിട്ടും. ഇനി ഫെർഡിനാൻഡ് ഡി സെഷൂറിനെ അറിയാലോ, സ്വിസ് ലിംഗ്വിസ്റ്റ് ആണ് അല്ലെ. സോ ഹി വാസ് എ സ്വിസ് ലിംഗ്വിസ്റ്റ് ഹു ഇസ് കൺസിഡേർഡ് എ കീ ഫിഗർ ഇൻ സ്ട്രക്ചറലിസം. സ്ട്രക്ചറലിസത്തിൽ അടക്കം ഒരു കീ ഫിഗർ ആയിട്ട് നമ്മൾ മനസ്സിലാക്കി വെക്കുന്ന ആളാണ് നമ്മുടെ സെഷൂർ. ഹിസ് വർക്ക് ഫോക്കസ്ഡ് ഓൺ ദ സ്ട്രക്ചർ ഓഫ് ലാംഗ്വേജ് സിസ്റ്റംസ് ആൻഡ് സിൻക്രോണിക് അനാലിസിസ്, നോട്ട് ഹിസ്റ്റോറിക്കൽ കമ്പാരിസൺ. ഓക്കെ, സിൻക്രോണിക് അനാലിസിസിനും അതുപോലെ തന്നെ ലാംഗ്വേജ് സ്ട്രക്ചറിനും ഒക്കെയാണ് ഫോക്കസ് കൊടുക്കുന്നത്, അല്ലാതെ നമുക്ക് ഈ പറയുന്ന ഹിസ്റ്റോറിക്കൽ കമ്പാരിസണിൽ അങ്ങോട്ട് മനസ്സിലാക്കി എടുക്കാനായിട്ട് ആ സെഷൂറിനെ ഇല്ല. ഓക്കെ, ഹിസ്റ്റോറിക്കൽ കമ്പാരിസൺ അല്ല നടത്തുന്നത്, എപ്പോഴും സിൻക്രോണിക് ആയിട്ടുള്ള സ്ട്രക്ചറൽ അനാലിസിസ് ഒക്കെയാണ് കൂടുതലും സെഷൂർ നടത്തി വരുന്നത്. അപ്പൊ അടുത്ത നോക്കിക്കേ, ആൽബർട്ട് സിഡ്നി ഹോൺബൈ ഉണ്ട് നമുക്ക്. ആൽബർട്ട് സിഡ്നി ഹോൺബൈ, അപ്പൊ ആൽബർട്ട് സിഡ്നി ഹോൺബൈ ഒരു ഇംഗ്ലീഷ് ലെക്സിക്കോഗ്രാഫർ ആണ്, അതുപോലെ തന്നെ എഡ്യൂക്കേറ്റർ ആണ്. ബെസ്റ്റ് നോൺ ഫോർ ഹിസ് വർക്ക് ഓൺ ദ ഓക്സ്ഫോർഡ് അഡ്വാൻസ്ഡ് ലേണേഴ്സ് ഡിക്ഷണറി. ഹിസ് വർക്ക് പ്രൈമർലി ഫോക്കസ്ഡ് ഓൺ ഡിഫൈനിങ് ആൻഡ് എക്സ്പ്ലെയിനിങ് വേർഡ്സ്, നോട്ട് ഓൺ ഹിസ്റ്റോറിക്കൽ ലിംഗ്വിസ്റ്റിക് കമ്പാരിസൺസ്. ഓക്കെ, അപ്പം ആൽബർട്ട് സിഡ്നി ഹോൺബൈ എന്ന് പറയുന്ന ഒരു ഇംഗ്ലീഷ് ലെക്സിക്കോഗ്രാഫർ ആണ്, എഡ്യൂക്കേറ്റർ ആണ്. ബെസ്റ്റ് നോൺ ഫോർ ഹിസ് വർക്ക് ഓൺ ദ ഓക്സ്ഫോർഡ് അഡ്വാൻസ്ഡ് ലേണേഴ്സ് ഡിക്ഷണറി. ഓക്കെ, അതായത് കൂടുതലും വേർഡ്സ് ഒക്കെ തന്നെ അഡ്വാൻസ്ഡ് ഡിക്ഷണറിയിലേക്ക് ഹോൺബൈ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. His work primarily focused on defining and explaining words, not on historical linguistic comparisons. Okay, വാക്കുകളെ എക്സ്പ്ലെയിൻ ചെയ്യാനും ഡിഫൈൻ ചെയ്യാനും ഒക്കെയാണ് ഇനിഷ്യേറ്റീവ് എടുത്തിട്ടുള്ളത്, അല്ലാതെ ഹിസ്റ്റോറിക്കൽ ലിംഗ്വിസ്റ്റിക് കമ്പാരിസൺസിൽ നമുക്ക് അത്രയും ഇനിഷ്യേറ്റീവ്, അത്രയും പോയിന്റ് നമുക്ക് കാണാനായിട്ട് സാധിക്കില്ല. ഓക്കെ, ഇനി 85 എടുത്തു കഴിഞ്ഞാൽ the term trace which refers to the trace of the other has been borrowed by Jacques Lacan from. Okay, so this നോക്കിക്കേ, the term trace which refers to the trace of the other. Okay, അതായത് trace എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ എന്തിനെയോ നിരീക്ഷിക്കുകയാണ്, എന്തിനെയോ ഒബ്സർവ് ചെയ്യാണ്, അതിന്റെ പിന്നാലെ പോവുകയാണ് അല്ലെ, അതിനെ നമ്മൾ ഡീപ്പ് ഒബ്സർവ് ചെയ്യുകയാണ്. has been borrowed by Jacques Lacan. Okay, Jacques Lacan എവിടെ നിന്നാണ് ഈ വാക്ക് ബോറോ ചെയ്തിട്ടുള്ളത് നോക്കിക്കേ, ജാക്വസ് ഡെറീഡ, ഇമ്മാനുവൽ ലെവിനാസ്, സിഗ്മണ്ട് ഫ്രൂയിഡ്, ക്രിസ്റ്റഫർ നോറിസ്. ഓക്കെ, അപ്പൊ ചോദ്യം ഇതാണ്, നമ്മുടെ ജാക്വസ് ലെക്കാൻ, ലെക്കാന്റെ പ്രത്യേകത അറിയാലോ, മിറർ സ്റ്റേജ് അടക്കം ഒരുപാട് ആശയങ്ങൾ നൽകിയിട്ടുള്ള ആളാണ് അല്ലെ. അതായത് ഒരു കുട്ടി കുട്ടിയുടെ ജനനത്തിന്റെ ആദ്യ മാസങ്ങളിൽ തന്നെ, അല്ലെങ്കിൽ കുട്ടിയുടെ ഒരു ചെറിയ മെച്യൂരിറ്റി എത്തുന്ന സമയത്ത് തന്നെ കുട്ടി എന്ത് ചെയ്യുന്നു, ഒരു മിററിന്റെ മുന്നിൽ എത്തുന്ന സമയത്ത് തിരിച്ചറിയുന്നു അമ്മയും ഞാനും ഡിഫറെന്റ് ബോഡീസ് ആണെന്ന് അല്ലെ. ആ സമയത്ത് ഐ, മൈ സെൽഫ് എന്നൊക്കെയുള്ള കുറച്ച് കാര്യങ്ങൾ കുട്ടിയിൽ ഡെവലപ്പ് ചെയ്ത് വരുന്നുണ്ട് അല്ലെ. സോ ദ ടേം ട്രേസ് വിച്ച് റെഫേഴ്സ് ടു ദ ട്രേസ് ഓഫ് ദ അതർ ഹാസ് ബീൻ ബോറോഡ് ബൈ ജാക്വസ് ലെക്കാൻ ഫ്രം, റൈറ്റ് ആൻസർ വരുന്നത് ഡെറീഡയാണ് കേട്ടോ. ഡെറീഡയുടെ പ്രത്യേകത അറിയാലോ, സൈൻ, സിഗ്നിഫയർ, സൈൻ, പ്ലേ,
ഇങ്ങനെയുള്ള കുറെ പോയിന്റുകളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഡീകൺസ്ട്രക്ഷൻ, ഓക്കെ, ഡീകൺസ്ട്രക്ഷൻ ഡെറിഡ പറഞ്ഞിട്ടുള്ള ഏറ്റവും വലിയൊരു ആശയമായിട്ട് നമുക്ക് മനസ്സിലാക്കിയെടുക്കാനും സാധിക്കും. അപ്പൊ ദ ടേം ട്രേസ് വിച്ച് റെഫേഴ്സ് ടു ദ ട്രേസ് ഓഫ് ദ അതർ ഹാസ് ബീൻ ബോറോഡ് ബൈ ജാക്വസ് ലെക്കാൻ ഫ്രം ഡെറിഡ. കേട്ടോ, ഡെറിഡയാണ് റൈറ്റ് ആൻസർ വരുന്നത്. The concept of trace in the context of Jacques Lacan's psychoanalytical theory is directly borrowed from the French philosopher Jacques Derrida's works on deconstruction. Okay, അപ്പോൾ trace എന്ന് പറയുന്ന ലെക്കാന്റെ ഐഡിയ നമ്മുടെ എന്താണ് ഡെറിഡയുടെ ഡീകൺസ്ട്രക്ഷനിൽ നിന്ന് തന്നെ വന്നിട്ടുള്ളതാണ്. ജാക്വസ് ലെക്കാനും ജാക്വസ് ഡെറിഡയുമാണ് ഇവിടെ ഉള്ളത്. സോ ഡെറിഡ യൂസസ് ട്രേസ് ടു സിഗ്നിഫൈ എ റെസിഡൻഷ്യൽ മാർക്ക് ഓർ സൈൻ ദാറ്റ് ഓൾവേസ് പോയിന്റ്സ് ടു സംതിങ് ബിയോണ്ട് ഇറ്റ് സെൽഫ്. ഓക്കെ, അതായത് എപ്പോഴും തിങ്ക് ഫോർവേഡ് അല്ലെങ്കിൽ യു ഹാവ് ടു മൂവ് ഫോർവേഡ് എന്നുള്ള പോയിന്റ് കൺവേ ചെയ്യുന്ന ഒരു ഐഡിയ ആണ് നമുക്ക് കാണാൻ പറ്റുന്നത് അല്ലെ. ഡെറിഡ യൂസസ് ട്രേസ് ടു സിഗ്നിഫൈ എ റെസിഡൻഷ്യൽ മാർക്ക് ഓർ സൈൻ ദാറ്റ് ഓൾവേസ് പോയിന്റ്സ് ടു സംതിങ് ബിയോണ്ട് ഇറ്റ് സെൽഫ്. അതായത് അതിന് മുന്നിലേക്ക്, ഓക്കെ, ഒരിക്കലും ലിമിറ്റ് ചെയ്യാതെ അതിന് മുന്നിലേക്ക് സഞ്ചരിക്കാനാണ് പറയുന്നത്. സംതിങ് ദാറ്റ് can never be fully grasped or present. Okay, അതായത് എപ്പോഴും നമ്മൾ നോളജിൽ ഉണ്ടായിരിക്കണം, നോളജ് ലെവലിൽ നമ്മൾ എപ്പോഴും ഫ്രണ്ട് സ്പിയറിൽ ഉണ്ടായിരിക്കണം എന്നുള്ള ഒരു ഐഡിയ നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റും. അതിന്റെ ഒരു റെപ്രസെന്റേഷൻ നമുക്ക് ഇവിടെ കിട്ടും. Okay, Lacan adopted this concept to discuss the way the subject is always haunted by the traces of the other and other that is always just out of reach. Okay, നമ്മുടെ ഹാൻഡ്സിൽ അല്ലാത്തത്, അതായത് ഔട്ട് ഓഫ് അവർ റീച്ച്, നമ്മുടെ കൈകളിൽ ഇല്ല, വി ഹാവ് ടു ക്യാച്ച് ദാറ്റ്. ആ ഒരു പോയിന്റിലാണ് നമുക്ക് ഇവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ ഇതൊക്കെയാണ് ലെക്കാന്റെ പ്രത്യേകതകൾ എന്ന് പറയുന്നത്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഐഡിയാസ് കൺവേ ചെയ്തിട്ടുള്ള ആളാണ് ലെക്കാൻ. ലെക്കാൻ എപ്പോഴും അതറിനൊക്കെ തന്നെ പോയിന്റ് കൊടുക്കാറുണ്ട് അല്ലെ. ഇപ്പൊ ഈ അമ്മയുടെയും കുഞ്ഞിന്റെയും കേസിലായാൽ പോലും കുഞ്ഞൊരു പോയിന്റിൽ എത്തുമ്പോൾ മനസ്സിലാക്കുകയാണ് ഐ ആം ഡിഫറെന്റ് ഫ്രം മൈ മദർ അല്ലെ. അപ്പൊ ഒരു അതർ, ഞാനും വേറൊന്നും അല്ലെ, അങ്ങനെ രണ്ട് എണ്ണം ആവുമ്പോഴാണ് നമ്മൾ കമ്പയർ ചെയ്യാൻ നോക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ സിമിലാരിറ്റീസ് ആണോ അവിടെ ഉള്ളത് അല്ലെ, നമ്മളിൽ നിന്ന് എന്ത് ഡിഫറൻസ് ആണ് നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നത്. ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നമുക്ക് ഒരു ഐഡിയ ലഭിക്കുന്നത്. ഓക്കെ, ഇനി ഇമ്മാനുവൽ ലെവിനാസ് നമുക്കുണ്ട്. വൈൽ ലെവിനാസ് ഓൾസോ ഡീൽസ് വിത്ത് കോൺസെപ്റ്റ്സ് റിലേറ്റഡ് ടു അതർനെസ് ആൻഡ് ദ ഫേസ് ടു ഫേസ് എൻകൗണ്ടർ, ഹിസ് യൂസേജ് ഓഫ് ട്രേസ് ഈസ് ഡിസ്റ്റിങ്ക്ട് ഫ്രം ഡെറിഡാസ്. Levinas uses the term to describe the transcendence of others, whereas Derrida emphasized the inherent incompleteness and elusiveness of trace. Okay, but while Levinas also deals with the concepts related to otherness and the face-to-face encounter, his usage of trace is distinct from Derrida's. Okay, Levinas, Immanuel Levinasum ഈ കോൺസെപ്റ്റുകളെ കുറിച്ചൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. അതർ അടക്കമുള്ള കോൺസെപ്റ്റുകളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നമുക്കൊരു ഐഡിയ ഇവിടെ മനസ്സിലാക്കി എടുക്കാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ ഡെറിഡ പറഞ്ഞ പോയിന്റുമായിട്ട് ഡിസ്റ്റിങ്ക്റ്റ് ആണ്, ഡിഫറൻസ് ഉണ്ട് അല്ലെ. Levinas uses the term to describe the transcendence of other, whereas Derrida emphasized the inherent incompleteness and elusiveness of the trace. Okay, inherent completeness-നെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. ഇനി അതുപോലെ തന്നെ നമ്മുടെ ഫ്രൂയിഡിലേക്ക് വന്നു കഴിഞ്ഞാൽ സിഗ്മണ്ട് ഫ്രൂയിഡ് ആണ്, ഇമ്പോർട്ടന്റ് ആണ്. While Sigmund Freud explored the concept of unconscious desires and repressed memories, ഇല്ലേ, അതായത് ഇത് ഈഗോ സൂപ്പർ ഈഗോ എന്ന് പറയുന്ന ഐഡിയ പറയുന്നത് നമ്മുടെ ഫ്രൂയിഡ് ആണ്. He did not use the term trace in the same way Derrida and Lacan do. Freud's focus was more on the dynamics of ego and superego. Okay, അപ്പോൾ ഫ്രൂയിഡ് കൂടുതലും ഫോക്കസ് കൊടുത്തത്, നമ്മുടെ ഓപ്ഷനിലുള്ള ആളാണ് ഫ്രൂയിഡ് കൂടുതലും ഫോക്കസ് കൊടുത്തത് ഇത് ഈഗോ സൂപ്പർ ഈഗോ പോലെയുള്ള കോൺസെപ്റ്റുകൾക്കാണ്. ഇനി നമ്മുടെ ക്രിസ്റ്റഫർ നോറിസിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു ലിറ്റററി ക്രിട്ടിക് ആണ്, known for his work on deconstruction and postmodernism. Okay, he may have discussed the concept of trace in his writing, but the original borrowing of the term from Derrida is attributed to Lacan. Okay, അപ്പോൾ നോറിസിന്റെ കേസിലായാലും നോറിസും ഈ പറയുന്ന ട്രേസിനെ കുറിച്ച് പറയുന്നുണ്ട്. പക്ഷേ എക്സാക്ട്ലി വാട്ട് അവർ ജാക്വസ് ലെക്കാൻ ഈസ് കോട്ടിംഗ് അബൌട്ട് trace is taken from Jacques Derrida. Okay, Jacques Derridയുടെ പോയിന്റിൽ നിന്നാണ് എക്സാക്ട് ആയിട്ട് ആ ഒരു കണക്ഷൻ നമ്മൾ എടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഒരു കാര്യം കൂടെ കൃത്യമായിട്ട് മനസ്സിലാക്കണം. അപ്പം 51 മുതൽ നമുക്ക് വരുന്ന ചോദ്യങ്ങൾ, അതായത് 100 ചോദ്യങ്ങളാണ് വരുന്നത്. ആ ഒരു ചോദ്യങ്ങൾ എക്സിസ്റ്റ് ചെയ്യുന്നത് 150 വരെയുള്ള ചോദ്യങ്ങൾ വരുന്നത് നമ്മുടെ പേപ്പർ 2 ഇംഗ്ലീഷിൽ നിന്നാണ്. സോ ആ ഒരു ചോദ്യങ്ങളുടെ ഒരു എന്താണ് ചെയിനിൽ 85 ക്വസ്റ്റ്യൻസ്, ഓക്കെ, 85 ചോദ്യങ്ങളാണ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തത്. സ്റ്റേറ്റ്മെന്റ് ചോദ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എപ്പോഴും ഓപ്ഷനും കൂടെ നോക്കി പോവുക, കാരണം ഓപ്ഷനിൽ നിന്ന് അടുത്ത വർഷം എന്തായാലും നമുക്ക് ചോദ്യം വരും. അടുത്ത സൈക്കിളിൽ, ഡിസംബർ സൈക്കിളിൽ ചോദ്യം ഉണ്ടാവും. അപ്പൊ ഇപ്പോഴേ അത് നോക്കി പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതൊരു ഹെൽപ്പ് ആയിരിക്കും അല്ലെ, കാരണം പിന്നീട് ക്വസ്റ്റ്യൻസ് കാണുന്ന സമയത്ത് നമുക്ക് ഈസി ആയിട്ട് അത് ക്യാച്ച് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ ഈ കാര്യങ്ങൾ കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കി എടുക്കണം. നമ്മളിപ്പോ 85 ചോദ്യങ്ങൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്.
86ാമത്തെ ചോദ്യമാണ് ഇനി നമുക്ക് എക്സിസ്റ്റ് ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം സ്റ്റേറ്റ്മെന്റുകൾ കൃത്യമായിട്ട് പഠിക്കുക. അതുപോലെ തന്നെ റൈറ്ററിനെ കുറിച്ച് പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ഡീറ്റെയിൽസും കൂടെ നോക്കി പോവുക. ഇപ്പൊ തന്നെ നമ്മൾ മനസ്സിലാക്കിയ കാര്യമാണ്, സ്റ്റേറ്റ്മെന്റ് ചോദ്യം വന്നപ്പം എല്ലാത്തിന്റെ ഉത്തരം അതിനകത്ത് തന്നെ ഉണ്ട് അല്ലെ. നമ്മൾ ഒരു കാര്യത്തിന് മാത്രം ഫോക്കസ് കൊടുത്താൽ മതിയായിരുന്നു, അതിന്റെ റൈറ്റ് വൺ പിക്ക് ചെയ്യുന്ന കാര്യത്തിൽ. അപ്പൊ എപ്പോഴും ഇലാബറേറ്റ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് നമുക്കൊരു പ്ലസ് പോയിന്റ് തന്നെയാണ്. കാര്യങ്ങളെല്ലാം തന്നെ അതിനകത്ത് ഇൻക്ലൂഡഡ് ആയിരിക്കും. ഓക്കെ, അപ്പൊ അത്രയും കാര്യങ്ങൾ കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കി വെക്കുക. റിമൈനിങ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് അടുത്ത വീഡിയോയിൽ ഉണ്ടായിരിക്കും. കീപ് ലേണിംഗ്. താങ്ക് യു.